രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കിയ പ്രസ്താവന നടത്തിയത് കെപിസിസി സംസ്കാര സാഹിതി സെക്രട്ടറി എം.എ. ഷഹനാസ് ആയിരുന്നു. രാഹുൽ തന്നോട് മോശമായി പെരുമാറിയെന്നും അതിന്റെ തെളിവുകൾ പക്കലുണ്ടെന്നും പറഞ്ഞായിരുന്നു ഷഹനാസ് രാഹുലിനെതിരെയുള്ള ആരോപണം ഉന്നയിച്ചത്. എന്നാൽ പതിവ് ആരോപണങ്ങളാണെന്ന് കരുതിയെടുത്ത് മറ്റൊരു ബോംബ് കൂടിയിട്ട് ഷഹനാസ് രംഗം കൊഴുപ്പിച്ചു. രാഹുലിനെതിരെയുള്ള പരാതി ഷാഫിയെ അറിയിച്ചിരുന്നു എന്നുകൂടി പറഞ്ഞതോടെ രാഹുലിനെതിരെയുള്ള പരാതി മറ്റൊരു തലത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ രാഹുലിനെതിരെ വ്യാജ പരാതി ഉന്നയിച്ചതിന്റെ പരിണത ഫലമായി ഷഹനാസ് ഇപ്പോൾ കോടതി വരാന്ത കയറിയിറങ്ങേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്നാണ് ഷഹനാസ് തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്നത്. രാഹുലിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് കിട്ടിയ മറുപടിയാണ് ഷഹനാസ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നവരുമുണ്ട്. രാഹുലിനെതിരെ അതിശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയ ഷഹനാസ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ താൻ ക്രൂരമായ സൈബർ ആക്രമണം നേരിടുകയാണെന്ന് ഷഹനാസ് പറയുന്നു. രാഹുലിന്റെയും ഷാഫി പറമ്പിലിന്റെയും അനുയായികൾ തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും താനും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണെന്നും ചൂണ്ടിക്കാട്ടി ഷഹനാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷഹനാസിനെതിരെ 5 കോടി രൂപയുടെ മാനനഷ്ട കേസും ഇതിനോടകം ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഷഹനാസിന് തിരിച്ചടിയായി പഴയ കേസുകളും പുതിയ ആരോപണങ്ങളും ഓരോന്നായി പുറത്തുവരികയാണ്. എഴുത്തുകാരൻ വി.ആർ. സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ഇവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സുധീഷ് കേസ് നൽകിയത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോടതിയിൽ ഹാജരായ ഷഹനാസിന് അവിടെയും തിരിച്ചടികൾ നേരിട്ടു. വി.ആർ. സുധീഷിനെ ഷഹനാസ് മുൻപ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന തരത്തിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ സ്മിത, ശൈലേഷ് എന്നിവർ പുറത്തുവിട്ടിരുന്നു. സുധീഷ് വളരെ നല്ല മനുഷ്യനാണെന്നാണ് ചാറ്റിൽ പറയുന്നത്. എന്നാൽ പിന്നീട് തന്നോട് മോശമായി പെരുമാറിയെന്ന് പരാതിപ്പെടുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യമാണ് ഷഹനാസിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് നിയാസ് മലബാറി എന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഉന്നയിച്ച ആൾമാറാട്ട ആരോപണം കൂടി ഷഹനാസിന്റെ തലയിൽ വെള്ളിടി പോലെ വീണിരിക്കുന്നത്. ഷഹനാസ് വ്യാജ ID കാർഡുകൾ കൈവശം വെക്കുന്നുണ്ടെന്നും അവരുടെ വിദേശയാത്രകൾക്ക് പിന്നിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പ്രിയ സജീഷ് എന്ന സ്ത്രീയുടെ കളഞ്ഞു കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസിലെ ഫോട്ടോ ഉപയോഗിച്ച് ഷഹനാസ് ആൾമാറാട്ടം നടത്തുന്നു എന്നതടക്കമുള്ള രേഖകൾ ഇദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ഷഹനാസും പ്രിയ സജീഷും തമ്മിലുള്ള സാമ്യവും ഇവരുടെ ബിസിനസ് പങ്കാളിത്തവും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തുലാസിലാവുകയാണ്. ഒന്നുകിൽ ജയിലിലേക്ക്, അല്ലെങ്കിൽ നിയമസഭയിലേക്ക്. ബലാത്സംഗ പരാതികളിൽ കുടുങ്ങി ജയിലിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ യാതൊരു കാരണവശാലും സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്ന കർശന ഉപാധിയോടെയാണ് കോടതിയിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങിയത്. 3 ബലാത്സംഗ പരാതികളാണ് രാഹുലിനെതിരെയുള്ളത്. ഈ കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ വെച്ച പ്രധാന വ്യവസ്ഥ അതിജീവിതകളെ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടരുത് എന്നതായിരുന്നു. എന്നാൽ ജാമ്യം ലഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ രാഹുൽ ഈ ലക്ഷ്മണരേഖ ലംഘിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 16-ാം തീയതി കേസിലെ 2ാം പരാതിക്കാരി കോടതിയിൽ തന്റെ രഹസ്യമൊഴി നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഫെബ്രുവരി 17-ന് വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിൽ നിന്നും ഈ യുവതിയുടെ വാട്സപ്പിലേക്ക് കോൾ എത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണിതെന്നും അതിനാൽ രാഹുലിന് നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. നിലവിൽ ബംഗളൂരുവിലുള്ള കൊല്ലം സ്വദേശിനിയായ പരാതിക്കാരി രാഹുൽ വിളിച്ചപ്പോൾ താൻ ഫോൺ എടുത്തില്ലെന്നും എന്നാൽ ആ നിമിഷം മുതൽ താൻ വലിയ ഭയത്തിലാണെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഫോൺ കോളിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ക്രൈംബ്രാഞ്ച് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. ഇതേ തുടർന്ന് കോടതി രാഹുലിന് നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഈ മാസം 28-ാം തീയതി രാഹുലോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോ നേരിട്ട് ഹാജരായി ഇതിൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നത്. പരാതിക്കാരി പോലീസിനെ അറിയിക്കുന്നതിന് മുൻപേ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് വിവരം അറിയിച്ചത് എന്നത് ഇതിന്റെ തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ വിവാദങ്ങൾക്കിടയിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന നിലപാടിൽ രാഹുൽ ഉറച്ചു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ പാർട്ടിയിൽ പഴയ സ്ഥാനമാനങ്ങൾ തിരിച്ചു നൽകാമെന്ന് കോൺഗ്രസ് മധ്യസ്ഥന്മാർ വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും രാഹുൽ ഇതുവരെ വഴങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്.